കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നാരോപിച്ച് കെപിസിസിയുടെ ആഹ്വാനപ്രകാരം നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി പിറവത്ത് ജനസദസ്സ് സംഘടിപ്പിച്ചു. ആരോപണത്തിൽ ഉൾപ്പെട്ട പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പിറവം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ സദസ്സ് നടത്തിയത്. DCC സെക്രട്ടറി KR പ്രദീപ് കുമാർ പ്രതിഷേധ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കെപിസിസിയുടെ ആഹ്വാനപ്രകാരം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പിറവം പോലീസ് സ്റ്റേഷന് മുൻപിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് DCC സെക്രട്ടറി KR പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട, ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കേണ്ട, കുറ്റവാളികളെ പിടികൂടേണ്ട, ക്രമസമാധാനം വളരെ മികച്ച രീതിയിൽ നടപ്പിലാക്കേണ്ട വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനമാണ് പോലീസ് സംവിധാനത്തിനുള്ളത്. ആ പോലീസ് സംവിധാനം സ്വതന്ത്രവും നീതിപരവുമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ ആ വകുപ്പ് നന്നായി എന്ന് പറയാൻ കഴിയുള്ളൂ. പക്ഷെ അധികാരത്തിലിരിക്കുന്ന ഭരണ സംവിധാനം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും കിട്ടില്ല, നാട്ടിൽ നീതി നടപ്പിലാകില്ല. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറയ്ക്കൽ അധ്യക്ഷനായി. ജനമൈത്രി പോലീസ് എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ പോലീസിന്റെ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് പിണറായിയുടെ ഇടിമുറികളായി അധപ്പതിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനെ ആ നാട്ടിൽ പ്രാദേശികമായി നടന്ന ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അതിൽ ന്യായമായ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനെ സമീപിച്ച ഒരു ചെറുപ്പക്കാരനെയാണ് കുന്നംകുളത്ത് അതിക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത്. തോമസ് മല്ലിപ്പുറം, സിജു പുല്ലംബ്രയിൽ, ഷാജു ഇലഞ്ഞിമറ്റം, ജെയ്സൺ പൊളിക്കൽ, TG കുട്ടപ്പൻ, തമ്പി പുതുവാക്കുന്നിൽ, രമ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പരാതി കൊടുത്താൽ അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നമുക്ക് തികച്ചും ന്യായമായ ഒരു സംരക്ഷണം കിട്ടുമെന്ന് ലഭിക്കുന്ന നമുക്ക് ആകും ഇപ്പോൾ വിശ്വാസം എവിടെയാ? ഒന്നുമില്ല കോടതിയിൽ, അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ. നമുക്കൊരു വിശ്വാസം ലഭിക്കുമാറ് നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ അവിടെ പിടിച്ച് നിലത്തിരുത്തി നാലിടിയും തരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇതെന്താ കേരളമല്ലേ? ഇതിനു മുമ്പ് ഇവിടെ പല ഭരണങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്ത് ഈ പിണറായി വിജയന്റെ കാലത്ത് ഇതെല്ലാം നേരെയാക്കും, എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞതിന്റെ അവസാന സമയത്തേക്ക് കടന്നപ്പോൾ ഇതെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗ്യം ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഒരു വലിയ സത്യം. കൗൺസിലർമാരായ ജിൻസി രാജു, പ്രശാന്ത് മമ്പുറത്ത്, വത്സല വർഗീസ്, ജിനി ജിജോയ്, സുജിത സദൻ, ഭാരവാഹികളായ ഏലിയാസ് ഈനാകുളം, പ്രദീപ് കൃഷ്ണൻകുട്ടി, അനിത സജി, റെജി മന്നാച്ചി, വർഗീസ് നാരേകാട്ട്, VT പ്രതാപൻ, സാജു കുറ്റിവേലിൽ, വർഗീസ് ചച്ചിലുകണ്ടം, ടോണി ചെട്ടിയാക്കുന്നേൽ, ഷിബു കരേക്കാട്ട്, ജെയിംസ് കുറ്റിക്കോട്ടയിൽ, അനീഷ് പിറവം, MK ശിവഗിരി, വർഗീസ് തൂമ്പാപ്പുറം, VV സത്യൻ, ജോർജ് പ്ലാത്തോട്ടം, ഷാജി ഓലിക്കൽ, ജോയ് വാക്കാനിയിൽ, കുഞ്ഞപ്പൻ വാര്യാട്ടിൽ, സ്വർണൻ പാഴൂർ, സോജൻ തോമസ്, ജെയിംസ് മധുര തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പിറവം. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, near Federal Bank, Palluruthi. Specs World, opposite TB Hospital, Karivelippadi. KR Opticals, Compression Muck, Kumbalangi.